ഹലോ, കേൾക്കാമോ? സൗണ്ട് ഓക്കെ ആണോ? ഇപ്പം സൗണ്ട് ഓക്കെ ആണോ എന്ന് റെസ്പോണ്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊന്നും ആരും ഒന്നും കേട്ടില്ല. നിങ്ങൾ എൻ്റെ ആക്ഷൻസ് മാത്രം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ഇപ്പം സൗണ്ട് ഓക്കെ ആണോ എന്ന് കൺഫേം ചെയ്യണേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ ഇത്രയാണ് പറഞ്ഞത്. ഒരു രാജ്യത്തിന്റെ വരുമാനം, ദേശീയ വരുമാനം, നാഷണൽ ഇൻകം അക്കൗണ്ട് ചെയ്യാനായിട്ട് 3 മെത്തേഡുകളാണുള്ളത്. ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, പ്രോഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ്. 3 മെത്തേഡിലാണ് ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനം നമ്മൾ അളക്കുന്നത്. ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, വാല്യൂ ആഡഡ് മെത്തേഡ് അല്ലെങ്കിൽ മറ്റൊരു പേര് പ്രോഡക്റ്റ് മെത്തേഡ്. ഈ മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ നാഷണൽ ഇൻകം അക്കൗണ്ട് ചെയ്യും. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ മെത്തേഡ് പഠിക്കാനായിട്ടുണ്ട്. അതിനു മുന്നേ കുറച്ച് ടേംസ് നമുക്ക് ഡീൽ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് നോർമൽ റെസിഡന്റ്. ആരാണ് നോർമൽ റെസിഡന്റ് എന്ന് പറയുന്നത്? എ നോർമൽ റെസിഡന്റ് ഈസ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹു ഓർഡിനറി റിസൈഡ്സ് ഇൻ ഇന്ത്യ. ഒരു ഇൻഡിവിജ്വൽ ആകാം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആകാം, ഒരു രാജ്യത്തിനുള്ളിൽ തന്നെ റിസൈഡ് ചെയ്യുന്ന താമസിക്കുന്ന ആളുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോർമൽ റെസിഡന്റ് എന്ന് വിളിക്കുന്നത്. ഹൂസ് സെന്റർ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ലൈസ് വിത്തിൻ ദ കൺട്രി. ഒരു ഇൻഡിവിജ്വലോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ഒരു രാജ്യത്തിനുള്ളിൽ തന്നെ റിസൈഡ് ചെയ്യുന്നു. അവരുടെ എക്കണോമിക് ഇൻട്രസ്റ്റ് ആ രാജ്യത്തിനുള്ളിൽ തന്നെ ആയിരിക്കാം. ഓക്കെ, ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവര് ഓർഡിനറിലി താമസിക്കുന്നത് ഒരു രാജ്യത്തിനുള്ളിലാണ്. ആ ഇപ്പൊ ഇന്ത്യയിലെ ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ നോർമൽ റെസിഡന്റ് എന്ന് വിളിക്കണമെങ്കിൽ, നാഷണൽ ഇൻകം കാൽക്കുലേഷന്റെ ബേസിസിൽ ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനെ നോർമൽ റെസിഡന്റ് എന്ന് വിളിക്കണമെങ്കിൽ ആ ഒരു സ്ഥാപനം ഉള്ളത് അല്ലെങ്കിൽ ഒരു വ്യക്തി താമസിക്കുന്നത് ഇന്ത്യക്കുള്ളിലാകണം. ആളുടെ എക്കണോമിക് ഇൻട്രസ്റ്റ് നമ്മുടെ രാജ്യത്തിനുള്ളിൽ ആകണം. ഈ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ നോർമൽ റെസിഡന്റ് എന്ന് വിളിക്കുന്നു. എന്താണ് ഈ സെന്റർ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് എന്ന് വിളിക്കുന്നത്? നമ്മളിപ്പോ ഒരു ടേം കണ്ടു, ഹൂസ് സെന്റർ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ലൈസ് ഇൻ ദ കൺട്രി, അല്ലെ? ലൈസ് വിത്തിൻ ദ കൺട്രി. എന്താണ് ഈ എക്കണോമിക് ഇൻട്രസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എക്കണോമിക് ഇൻട്രസ്റ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എ പേഴ്സൺ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ റിസൈഡ് ഇൻ എ ഡൊമസ്റ്റിക് ടെറിട്ടറി. 2 ആസ്പെക്ട് ആണ്. ഒരു പേഴ്സൺ ആയിക്കോട്ടെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അവര് താമസിക്കുന്നത് ഒരു രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളിലായിരിക്കണം. ഒരു രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളിലായിരിക്കണം. ഇന്ത്യയുടെ ഭൂപ്രദേശത്ത് ആയിരിക്കണം. The person or institution engage in economic activity within that the territory. അപ്പൊ എക്കണോമിക് ഇൻട്രസ്റ്റ് എന്ന് പറയണമെങ്കിൽ ഒരു വ്യക്തി ഒരു രാജ്യത്തിനുള്ളിൽ തന്നെ താമസിക്കണം. ഇന്ത്യയിലെ നോർമൽ റെസിഡന്റ് എന്നൊരു വ്യക്തിനെ ഒരു സ്ഥാപനത്തിനെയോ വിളിക്കണമെങ്കിൽ അവർ താമസിക്കുന്നത് ഇന്ത്യക്കുള്ളിലായിരിക്കണം, ഇന്ത്യയുടെ ടെറിട്ടറിക്കുള്ളിലായിരിക്കണം. അതുപോലെ അവരൊരു എക്കണോമിക് ആക്ടിവിറ്റീസിൽ എൻഗേജ് ആയിരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിനുള്ളിലായിരിക്കണം. അവരെന്തെങ്കിലും പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിലോ അവരെന്തെങ്കിലും ഏർണിംഗ് നടത്തുന്നുണ്ടെങ്കിലോ അവരെന്തെങ്കിലും സ്പെൻഡ് നടത്തുന്നുണ്ടെങ്കിലോ അവരെന്തെങ്കിലും സേവ് ചെയ്യുന്നുണ്ടെങ്കിലോ അത് നമ്മുടെ രാജ്യത്തിനുള്ളിൽ ആയിരിക്കണം, നമ്മുടെ രാജ്യത്തിന് ഉള്ളിൽ ആയിരിക്കണം. അപ്പം ഒരു രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളിൽ റിസൈഡ് ചെയ്യണം. അതുപോലെ അവർ എക്കണോമിക് ആക്ടിവിറ്റീസിൽ എൻഗേജ് ആയിരിക്കണം. ആ എക്കണോമിക് ആക്ടിവിറ്റി ചെയ്യുന്നത് ആ രാജ്യത്തിനുള്ളിൽ നിന്നായിരിക്കണം. അവർ പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, ഏർണിംഗ് ആയിക്കോട്ടെ, സ്പെൻഡിങ് ആയിക്കോട്ടെ, സേവിങ് ആയിക്കോട്ടെ, ഇത് ചെയ്യുന്നത് ആ രാജ്യത്തിന് ഉള്ളിലായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിലാണ് അയാൾക്ക് എക്കണോമിക് ഇൻട്രസ്റ്റ് ഒരു രാജ്യത്തിനുള്ളിൽ ഉണ്ടെന്ന് പറയുന്നത്. എങ്കിൽ ആ വ്യക്തി എന്തായി? നോർമൽ റെസിഡന്റ് ആയി. നോർമൽ റെസിഡന്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? നാഷണൽ ഇൻകം അല്ലെങ്കിൽ മറ്റൊരു പേര് നാഷണൽ പ്രൊഡക്റ്റ് കാൽക്കുലേഷന് കൃത്യമായിട്ട് നോർമൽ റെസിഡന്റ് എന്താണെന്ന് നമുക്ക് അറിയണം. നാഷണൽ ഇൻകം include the production by normal resident within the country, outside the country too. അതായത് നോർമൽ റെസിഡന്റ് ആരാന്ന് നമ്മൾ പഠിച്ചു. ഈ നോർമൽ റെസിഡന്റ് ഒരു രാജ്യത്തിനുള്ളിൽ നടത്തുന്ന പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയോ ആ രാജ്യത്തിന്റെ വെളിയിൽ നടത്തുന്ന പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയോ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുക്കും. അതായത് ഞാൻ എന്ന് പറയുന്ന വ്യക്തി നോർമൽ റെസിഡന്റ് ആണ്. ഇന്ത്യ എന്ന രാജ്യത്തെ സംബന്ധിച്ച് ഞാൻ ഈ രാജ്യത്തെ നോർമൽ റെസിഡന്റ് ആണ്. ഞാൻ ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ചെയ്യുന്നു ഈ രാജ്യത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഈ രാജ്യത്തിന് പുറത്ത്, ഡൊമസ്റ്റിക് ടെറിട്ടറിക്ക് പുറത്ത് ഞാനൊരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിൽ എൻഗേജ് ആയിരിക്കുന്നു. അപ്പം ഈ 2 ആക്ടിവിറ്റി എന്നുള്ള ഇൻകം എന്തിന് എടുക്കും? നാഷണൽ ഇൻകം കാൽക്കുലേഷൻ എടുക്കുന്നു. ഓക്കെ, ഒരു നോർമൽ റെസിഡന്റ് ആരാന്ന് നമ്മൾ പഠിച്ചു. ഒരു രാജ്യത്തിനുള്ളിൽ തന്നെ താമസിക്കണം. അയാളുടെ എക്കണോമിക് ഇൻട്രസ്റ്റ് ഈ രാജ്യത്തിനുള്ളിലായിരിക്കണം. എക്കണോമിക് ഇൻട്രസ്റ്റ് എന്താണ്? ഒരു വ്യക്തി എക്കണോമിക് ആക്ടിവിറ്റീസ് എൻഗേജ് ആയിരിക്കുന്നു. ആ എക്കണോമിക് ആക്ടിവിറ്റീസ് നടത്തുന്നത് രാജ്യത്തിനുള്ളിലായിരിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ നോർമൽ റെസിഡന്റ് ആണ്. ഞാൻ ഇന്ത്യക്കകത്തോ ഇന്ത്യക്ക് വെളിയിലോ നടത്തുന്ന
പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് എല്ലാം നാഷണൽ ഇൻകം കാൽക്കുലേഷന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആരെയൊക്കെ നോർമൽ റെസിഡന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല? നോർമൽ റെസിഡന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാത്തത് ആരൊക്കെയാണ്? ഫോറിൻ ടൂറിസ്റ്റ് ആൻഡ് വിസിറ്റേഴ്സ്, അതായത് ഇന്ത്യയിൽ ഹോളിഡേസ് ആഘോഷിക്കാനായിട്ട് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസം, സ്റ്റഡി, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് ഇന്ത്യയിൽ വരുന്ന ആളുകൾ, ഇന്ത്യയിൽ വരുന്ന ഫോറിൻ ടൂറിസ്റ്റേഴ്സ് അല്ലെങ്കിൽ വിസിറ്റേഴ്സ്, ഇന്ത്യയിൽ ടൂറിസ്റ്റ് ആയിട്ട് വരുന്നവരോ, ട്രീറ്റ്മെന്റിന്റെ ആവശ്യങ്ങൾക്ക് വരുന്നവരോ, പഠിക്കാൻ വരുന്നവരോ, സ്പോർട്സ് ആവശ്യങ്ങൾക്ക് വരുന്നവരോ ഒന്നും നോർമൽ റെസിഡന്റ് അല്ല. എ ഫോറിൻ ടൂറിസ്റ്റ് വിസിറ്റിംഗ് താജ്മഹൽ ഫോർ എ മന്ത്, അത് ഒരു ഫോറിനർ ഇന്ത്യയിലേക്ക് താജ്മഹൽ കാണാൻ വരുന്നു, ഒരു മാസം ഇന്ത്യയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ വരുന്ന ടൂർ പർപ്പസിനാണ്, അതുകൊണ്ട് അയാൾ നോർമൽ റെസിഡന്റ് അല്ല. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ കൺട്രി ബട്ട് ആർ ഇന്റർനാഷണലി ഗവൺ, അതായത് ഒരു സ്ഥാപനം, നമ്മൾ പറഞ്ഞല്ലോ നോർമൽ റെസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻ വിളിക്കുന്നത്, ഇൻഡിവിജ്വൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ. ഒരു സ്ഥാപനം ഇന്ത്യക്കുള്ളിലാണ് പ്രവർത്തിക്കുന്നത്, പക്ഷേ അവർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. അത് UNO, WHO അതിന്റെയൊക്കെ സ്ഥാപനം, ബ്രാഞ്ചസ്, റീജിയണൽ ഓഫീസ് ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ എംബസീസ് ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കുന്നു. അവര് ആക്ടിവിറ്റീസ്, എക്കണോമിക് ആക്ടിവിറ്റീസിൽ എൻഗേജ് ആവുന്നു. അവർ ഇന്ത്യക്കുള്ളിലാണ് പ്രവർത്തിക്കുന്നത്, പക്ഷെ ഇന്റർനാഷണൽ സ്ഥാപനമാണ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്, നമ്മളല്ല അവരെ മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് നോർമൽ റെസിഡന്റ് അല്ല. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഓഫീസ് ഡൽഹിയിലാണ്, പക്ഷെ അത് ഇന്ത്യയുടെ നോർമൽ റെസിഡന്റ് അല്ല. ഫോറിൻ ഡിപ്ലോമറ്റ് ആൻഡ് എംബസീസ്, ഞാനിപ്പം പറഞ്ഞു, എംപ്ലോയീസ് ഓഫ് ഫോറിൻ എംബസീസ് ഓർ ഫോറിൻ ആംഡ് ഫോഴ്സ് സ്റ്റേഷൻ ഇൻ ദ കൺട്രി. ഇപ്പം ഇറാൻ അല്ലെ ഇസ്രായേലിലൊക്കെ ആരുടെ, അല്ലെങ്കിൽ സൗദി അറേബ്യയിലൊക്കെ അമേരിക്കയുടെ ഫോഴ്സ് ഉണ്ട്, മിലിറ്ററി ഫോഴ്സിന്റെ ക്യാമ്പ് ഉണ്ട്. അതല്ലെങ്കിൽ ഫോറിൻ എംബസീസ്, ഇന്ത്യയില് വിദേശ രാജ്യങ്ങളുടെ എംബസികളുണ്ട്. അവർ പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലാണ്, ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കുന്നു, പക്ഷേ അവർ നമ്മുടെ സ്ഥാപനമല്ല, അതുകൊണ്ട് അവര് നോർമൽ റെസിഡന്റ് അല്ല. എംപ്ലോയീസ് ഓഫ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്, UNOയുടെ എംപ്ലോയീസ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു, ഇന്ത്യയിൽ ഓഫീസ് ഉണ്ട്, ആ UNOയുടെ ഓഫീസ് ഇന്ത്യയിലെ നോർമൽ റെസിഡന്റ് അല്ല. അതുപോലെ തന്നെ UNOയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇന്ത്യയിലെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ അല്ല. UNOയുടെ ഇന്ത്യയിലെ ഓഫീസ്, യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷന്റെ ഇന്ത്യയുടെ ബ്രാഞ്ച്, അല്ലെങ്കിൽ WHO ഇന്ത്യയിലെ ഓഫീസിൽ ജാപ്പനീസുകാർ വർക്ക് ചെയ്യുന്നു. അവർ ഇൻഡിവിജ്വൽ ആണ്, അല്ലെ അവർ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്, അവർ ഇന്ത്യക്കുള്ളിലാണ് ചെയ്യുന്നത്, പക്ഷെ അത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് അവര് നോർമൽ റെസിഡന്റ് അല്ല. ബോർഡർ വർക്കേഴ്സ്, those who cross international borders regularly for work but live and benefit economically in their home countries. ചില ആളുകൾ ബോർഡേഴ്സ് കടന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി ജോലിയുടെ ആവശ്യങ്ങളായിട്ട് ബോർഡേഴ്സ് കടന്നു പോകും, അല്ല ഇന്ത്യയിലേക്ക് വരും. ഇന്ത്യയിലേക്ക് ചില ആളുകൾ ജോലിയുടെ ആവശ്യങ്ങൾക്കായിട്ട് വരുന്നു, പക്ഷേ അവർ താമസിക്കുന്നതും അവർക്ക് ആ എക്കണോമിക് ബെനിഫിറ്റ് ഉള്ളതും അവരുടെ ഹോം കൺട്രിക്കാണെങ്കിൽ, അവർ താമസിക്കുന്ന അവരുടെ ഹോം കൺട്രിയിലാണ്, എക്കണോമിക് ബെനിഫിറ്റ് കിട്ടുന്ന അവരുടെ ഹോം കൺട്രിക്കാണെങ്കിൽ അവരെ നോർമൽ റെസിഡന്റ് അല്ല. അവരെ നോർമൽ റെസിഡന്റ് ആയിട്ട് അവരുടെ രാജ്യത്താണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് കുറച്ച് ഗുഡ്സ്, ടൈപ്സ് ഓഫ് ഗുഡ്സ് നോക്കണം. ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. എന്താണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്? Definition: the goods and service purchased by production unit from other unit for the resale or for use in production within the same year. Okay, അതായത് പ്രൊഡക്ഷൻ യൂണിറ്റുകൾ റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, പ്രൊഡക്ഷൻ ഗുഡ്സ് ആൻഡ് സർവീസ് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് മറ്റൊരു യൂണിറ്റിൽ നിന്ന് വാങ്ങുന്നു, അതല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. റോ മെറ്റീരിയൽ ഒക്കെ ഇല്ലേ, റോ മെറ്റീരിയൽസ് ഒക്കെ, ഇതാണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് മറ്റൊരു യൂണിറ്റിൽ നിന്ന് വാങ്ങുന്നതോ അതല്ലെങ്കിൽ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നു, സെയിം ഇയറിൽ തന്നെ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഗുഡ്സുകളെയാണ് വിളിക്കുന്നത് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് നമ്മൾ എടുക്കാറില്ല. ഇനി ഇക്വേഷൻ പഠിക്കുമ്പോൾ കാണും ഇന്റർമീഡിയറ്റ് ഗുഡ്സ് നമ്മൾ മൈനസ് ചെയ്ത് കളയും. ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് മറ്റൊരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് വാങ്ങുന്നു അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗുഡ്സുകളെയാണ് എന്ത് വിളിക്കുന്നത്? ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ഇന്റർമീഡിയറ്റ് ഗുഡ്സ് അതായത് കേർഡ് അല്ലെങ്കിൽ യോഗേർട്ട് ഉണ്ടാക്കാനായിട്ട് ഡയറികളിൽ ഉപയോഗിക്കുന്ന മിൽക്ക്, പാല്, തൈര് തൈര് എന്ന് പറയുന്ന അല്ലെങ്കിൽ കേർഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട്, യോഗേർട്ട് ഉണ്ടാക്കാനായിട്ട് പാൽ ഉപയോഗിക്കുന്നു. ഈ പാൽ അതിന്റെ റോ മെറ്റീരിയൽ അല്ലേ, അപ്പം പാൽ അല്ലെങ്കിൽ മിൽക്ക് എന്താണ്? ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആണ്. ബേക്കറികളിൽ ഫ്ലോർ, മാവ് ഉപയോഗിക്കുന്നു അല്ലെ,
ബേക്കറികളിൽ ഫ്ലോർസ് ഉപയോഗിക്കുന്നു, ഗോതമ്പോ അല്ലെങ്കിൽ കടലമാവോ അങ്ങനെയുള്ള ഫ്ലോർസ് ഉപയോഗിക്കുന്നു. അതെന്താണ്? അത് റോ മെറ്റീരിയൽ ആണ്. ഇത് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആണ്. ക്ലോത്ത്സ് മേക്ക് ചെയ്യാനായിട്ട് അല്ലെ, ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ ക്ലോത്ത്സ് മേക്ക് ചെയ്യാനായിട്ട് ഫാബ്രിക് ഉപയോഗിക്കുന്നു. ആ ഫാബ്രിക് എന്താണ്? റോ മെറ്റീരിയൽ ആണ്. അത് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആണ്. സ്നാക്സ് ഉണ്ടാക്കാൻ ഓയിൽ ഉപയോഗിക്കുന്നു. ഈ ഓയിൽ എന്താണ്? ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആണ്. ഫൈനൽ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഗുഡ്സ് ആൻഡ് സർവീസിന്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഫുള്ള് കംപ്ലീറ്റ് ആയി, ഇനി ഒന്നെങ്കിൽ കൺസ്യൂം ചെയ്യാം അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സ്. പ്രൊഡക്ഷൻ പ്രോസസ്സ് ഫുള്ള് കംപ്ലീറ്റ് ആയി, ഇനി ഫൈനലായിട്ട് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു മെഷീന്റെ എല്ലാ പണികളെല്ലാം കഴിഞ്ഞു. ഓക്കെ, അതിനി എന്തിനു വേണ്ടിയാണോ മെഷീൻ നിർമ്മിച്ചത് ആ പർപ്പസിന് യൂസ്ഫുൾ ആകുന്ന രീതിയിലേക്കായി. ഓക്കെ, ദാറ്റ് ഈസ് ഫൈനൽ ഗുഡ്സ്. അതല്ലെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യല്ലേ. ഇപ്പൊ ഞാനൊരു ഒരു മെഷീൻ, ഓക്കെ, ഒരു തുണി ഉണ്ടാകുന്ന ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഉപയോഗിക്കുന്ന മെഷീൻ, ആ മെഷീൻ ഫുള്ള് പ്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി ആ തുണികൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആ ഒരു മെഷീൻ ഉപയോഗിക്കാനായിട്ട് പറ്റും. അതാണ് ഇൻവെസ്റ്റ്മെന്റ്. അതല്ലെങ്കിൽ ഒരു ഈ ഒരു പെന്ന് പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞു, ഇനി ഇത് എഴുതാനായിട്ട് ഉപയോഗിക്കാം. അത് കൺസപ്ഷൻ ഓർ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ഗുഡ്സ് ഫൈനൽ ഗുഡ്സ് എന്ന് വിളിക്കുന്നു. ദേ ആർ നോട്ട് യൂസ് അഗൈൻ ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ഓഫ് വിത്തിൻ ദ സെയിം ഇയർ. അതെന്താണ്? ആ ഗുഡ്സ് പ്രൊഡക്ഷൻ അതെന്താണ് വീണ്ടും ഫർദർ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നില്ല. നാഷണൽ ഇൻകം കാൽക്കുലേഷന് ഫൈനൽ ഗുഡ്സ് എടുക്കുന്നു. ഇതിന്റെ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കും. ഫൈനൽ ഗുഡ്സിന് മേൽ വന്ന എക്സ്പെൻഡിച്ചറിനെ ഫൈനൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നു. എക്സാമ്പിള്, മിൽക്ക് ബോട്ട് ഫോർ ഹോം കൺസപ്ഷൻ. അതായത് ഒരു ഡയറി അല്ലെങ്കിൽ മിൽമ എന്ന് പറയുന്ന കമ്പനി പാല് മേടിച്ചിട്ട് അതിനെ കേർഡായിട്ടോ യോഗേർട്ടായിട്ടോ മാറ്റുന്നു. അവരെ സംബന്ധിച്ച് മിൽക്ക് റോ മെറ്റീരിയലാണ്. അപ്പൊ അതെന്തായി? ഇന്റർമീഡിയറ്റ് കൺസംപ്ഷൻ. നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ പാല് വാങ്ങുന്നു, അത് നമ്മൾ ഉപയോഗിക്കാനായിട്ടാണ്. അതെന്തായി? ഫൈനൽ ഗുഡ്സ് ആയി. ഒരു പ്രൊഡക്റ്റ് ഒരു സമയം ഇന്റർമീഡിയറ്റും ആകാം ഫൈനലും ആകാം. ഫർണിച്ചർ ബോട്ട് ഫോർ ഓഫീസ് യൂസ്. ഒരു ഓഫീസിലേക്ക് ഫർണിച്ചർ വാങ്ങി, അതൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? ഓഫീസിനെ സംബന്ധിച്ച് ഒരു അസറ്റിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റാ. അതെന്തായി? അത് ഫൈനൽ ഗുഡ്സ് ആണ്. കാരണം ഇനി അത് ഉപയോഗിക്കാൻ പോവുകയാണ്. ലാപ്ടോപ്പ് യൂസ് ഇൻ എ കമ്പനി ഫോർ സെവറൽ ഇയേഴ്സ്. ഒരു ലാപ്ടോപ്പ് കമ്പനിയിലേക്ക് വാങ്ങി, കമ്പനിയെ സംബന്ധിച്ച് ഒരു അസറ്റ് ആണ്, ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിന് പ്രൊഡക്ഷൻ ഒന്നും നടത്താനില്ല. അത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് അതൊരു ഫൈനൽ ഗുഡ്സ് ആയി മാറി. ഓക്കെ, ദെൻ ക്യാപിറ്റൽ ഗുഡ്സ്. ആണ് ഫൈനൽ ഗുഡ്സിന്റെ ഒരു ടൈപ്പ് ഓഫ് ഫൈനൽ ഗുഡ്സ് ആണ്. പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ നമ്മൾ പറഞ്ഞു ഫർണിച്ചർ. ഈ ഫർണിച്ചർ ഓഫീസിൽ ഉപയോഗിക്കുന്നു. പാല് നമ്മൾ ഡയറക്റ്റ് കൺസ്യൂം ചെയ്യുക, അത് അപ്പം തന്നെ തീർന്നു പോകുന്നു. പക്ഷെ ഫർണിച്ചർ എന്താണ്? കുറെ കാലം അവിടെ ഉണ്ടാകും അല്ലെ? ലാപ്ടോപ്പ് കുറെ കാലം ഉണ്ടാകും. അപ്പൊ അത് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സർവീസിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പം നമ്മൾ എന്താണ്, നമ്മുടെ ഫൈനൽ ഗുഡ്സ് രണ്ട് ടൈപ്പായിട്ട് തിരിക്കും. അതിലൊരു ടൈപ്പാണ് ക്യാപിറ്റൽ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സ് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു ഫൈനൽ ഗുഡ്സ് ഒന്നെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ കൺസപ്ഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇത് കൺസ്യൂമർ ഗുഡ്സ്. കൺസപ്ഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൺസ്യൂമർ ഗുഡ്സ്. ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടിയാണ് ഫൈനൽ ഗുഡ്സ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് വിളിക്കുന്നു. ബിസിനസ്സുകൾ ഉപയോഗിക്കുന്നു, ഡയറക്ട്ലി കൺസ്യൂം ചെയ്യുന്നില്ല, ലോങ് ടേമിലേക്കാണ് ഉപയോഗിക്കുന്നത്, ഡിപ്രീസിയേഷൻ ഉണ്ടാകുന്നു, അതിന് റിപ്പയറോ അല്ലെങ്കിൽ റീപ്ലേസ്മെന്റോ വേണ്ടി വരുന്നു. ഓക്കെ, ഹാവിങ് എ ഡിറൈവ്ഡ് ഡിമാൻഡ് ആണ്. അതിനൊരു ഡിറൈവ്ഡ് ഡിമാൻഡ് ആണ് ഉണ്ടാകുന്നത്. എക്സാമ്പിൾസ് മെഷീൻസ്, ടൂൾസ്, ബിൽഡിങ്സ്, എക്യുപ്മെന്റ്സ് ആണ്. അഗ്രികൾച്ചറിൽ ഉപയോഗിക്കുന്ന ട്രാക്ടർ, ബേക്കറിയിൽ ഉപയോഗിക്കുന്ന ഓവന്. കൺസപ്ഷൻ ഗുഡ്സ് പറഞ്ഞാൽ ഹ്യൂമൻ വൺസ് ഡയറക്ട്ലി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫൈനൽ ഗുഡ്സ് ആണ് എന്ത്? കൺസപ്ഷൻ ഗുഡ്സ്. കൺസ്യൂമേഴ്സ് ഉപയോഗിക്കുന്നു, ഫർദർ അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രൊഡക്ഷൻ യൂസുകൾക്കൊന്നും ഉപയോഗിക്കുന്നില്ല. ഷോർട്ട് ടൈം ആണ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഉപയോഗിക്കുന്നു. മറ്റു ഗുഡ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നില്ല. ഫുഡ് ഐറ്റംസ്, മിൽക്ക്, ബട്ടർ, ബ്രെഡ്, അപ്ലയൻസ് ആയി TV, റെഫ്രിജറേറ്റർ, ക്ലോത്ത്, കാറ്, പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒക്കെ എന്താണ്? കൺസ്യൂമർ ഗുഡ്സ് ആണ്. അടുത്തത് നാഷണൽ ഇൻകം ആഗ്രിഗേറ്റ്. നാഷണൽ ഇൻകത്തിന്റെ കുറച്ച് കോൺസെപ്റ്റ് നമുക്ക് പഠിക്കണം. GDP നമുക്കറിയാലോ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഒരു രാജ്യത്തിന്റെ ബൗണ്ടറിയിൽ ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സിന്റെ സമ്മാണ് എന്ത്? GDP. ഓക്കെ, അപ്പം GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പം ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു കോസ്റ്റ് ഉണ്ടാകുന്നു. 150 രൂപയുള്ള ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന്റെ കൂടെ പ്രോഫിറ്റും ടാക്സും ചേർത്ത് നമ്മൾ വിൽക്കുന്നു. അത് മാർക്കറ്റ് പ്രൈസ്.
അല്ലെ മാർക്കറ്റ് പ്രൈസ്. ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ 150 രൂപ, അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ടാക്സ് എല്ലാം ചേർത്ത് നമ്മൾ മാർക്കറ്റിൽ വിൽക്കുന്ന പ്രൈസ് മാർക്കറ്റ് പ്രൈസ്. അപ്പൊ നമ്മൾ ജി ഡി പി ഒക്കെ മാർക്കറ്റ് പ്രൈസിലും കണ്ടുപിടിക്കും, കോസ്റ്റിലും കണ്ടുപിടിക്കും. കോസ്റ്റിനെ വിളിക്കുന്ന ഫാക്ടർ കോസ്റ്റ്. അതായത് പ്രോഫിറ്റോ ടാക്സോ ഒന്നും ഇൻക്ലൂഡ് ചെയ്യാത്ത പ്രൈസ് ആണ് ജി ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ്. അതിന്റെ കൂടെ ടാക്സോ പ്രോഫിറ്റോ ഒക്കെ ആഡ് ചെയ്ത് വരുന്നതാണ് മാർക്കറ്റ് പ്രൈസ്. ഒരു പ്രൊഡക്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന കോസ്റ്റ് ആണ് ഫാക്ടർ കോസ്റ്റ്. അത് മാർക്കറ്റിൽ വിൽക്കുന്നത് അറ്റ് മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, ജി ഡി പി അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ്സുകളുടെ മാർക്കറ്റ് പ്രൈസിലുള്ള ജി ഡി പി അറിയാമല്ലോ. ജി ഡി പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തിന്റെ ടെറിട്ടറിക്കുള്ളിൽ ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ സം വാല്യൂ ആണ് ജി ഡി പി. അപ്പൊ അതിന്റെ കൂടെ മാർക്കറ്റ് വാല്യൂ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? അത് ജി ഡി പി അറ്റ് മാർക്കറ്റ് പ്രൈസ്. ജി ഡി പി അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ പ്രൊഡ്യൂസേഴ്സും ഒരു രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളിൽ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്ത ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ആണ് എന്ത്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്, GDP MP എന്ന് പറയുന്നത്. ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഒരു രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളിൽ എല്ലാ പ്രൊഡ്യൂസേഴ്സും പ്രൊഡ്യൂസ് ചെയ്ത ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മാർക്കറ്റ് വാല്യൂവിനെയാണ് GDP അറ്റ് MP എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യക്കുള്ളില് ഒരു വർഷം ഇന്ത്യയിലെ എല്ലാ പ്രൊഡ്യൂസേഴ്സും പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് ആൻഡ് സർവീസ്, ഫൈനൽ ഗുഡ്സ്, ഇന്റർമീഡിയറ്റ് ഒന്നും എടുക്കുന്നില്ല, ഫൈനൽ ഗുഡ്സ്, ഇന്റർമീഡിയറ്റ് അല്ല, ഫൈനൽ ഗുഡ്സിന്റെ അല്ലെങ്കിൽ ഫൈനൽ സർവീസസിന്റെ മാർക്കറ്റ്, അവർ മാർക്കറ്റിൽ വിൽക്കുന്ന ആ വാല്യൂസിനാണ് ചേർത്താണ് എന്ത് വിളിക്കുന്നത്? എന്താണ്? GDP അറ്റ് MP അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിനുള്ളിൽ ഒരു വർഷം അവിടുത്തെ എല്ലാ പ്രൊഡ്യൂസേഴ്സും ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ആണ്. അതിനകത്ത് എന്ത് ഇൻക്ലൂഡ് ആകും? ടാക്സ്. ഞാൻ പറഞ്ഞില്ലേ മാർക്കറ്റ് വാല്യൂ ആകുമ്പോൾ ടാക്സ് ഉണ്ട്, ഡിപ്രീസിയേഷനും ഉണ്ട്. അവിടെ റെസിഡന്റ് സ്റ്റാറ്റസ് ഒന്നും നോക്കത്തില്ല, നോർമൽ റെസിഡന്റ് ആണോ നോർമൽ റെസിഡന്റ് അല്ലേ ഒന്നും നോക്കത്തില്ല, എല്ലാവരുടെയും എടുക്കുന്നു. ഓക്കെ, അതിന്റെ ഫോർമുല ഉണ്ട്. GDP NP എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് അറ്റ് മാർക്കറ്റ് പ്രൈസ്, മാർക്കറ്റിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന പ്രൈസ്. ഓക്കെ, ടാക്സും ഡിപ്രീസിയേഷനും ഒക്കെ അതിനകത്ത് കാണും. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ലാഭമോ ടാക്സോ ഒന്നും കൂട്ടുന്നില്ല, ടാക്സ് എടുക്കാതെയുള്ള പ്രൈസ്. നേരത്തെ പറഞ്ഞില്ല 150 രൂപയുള്ള ഒരു പ്രൊഡക്റ്റ് ടാക്സ് 10 രൂപ ചേർത്ത് മാർക്കറ്റിൽ 160 വിൽക്കുന്നു. ഈ 150 ഫാക്ടർ കോസ്റ്റ്, ഈ 10 രൂപയാണ് ടാക്സ്, 160 മാർക്കറ്റ് പ്രൈസ്. ഈ മാർക്കറ്റ് പ്രൈസിലാണ് GDP കണ്ടെത്തുന്നതെങ്കിൽ ഈ മാർക്കറ്റ് പ്രൈസിലുള്ള വാല്യൂ ആണ് GDPയുടെ കാൽക്കുലേഷൻ എടുക്കുന്നതെങ്കിൽ അത് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ്. ഈ ഫാക്ടർ കോസ്റ്റിലുള്ള വാല്യൂ ആണ് GDP കാൽക്കുലേഷൻ എടുക്കുന്നതെങ്കിൽ അത് GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നു. GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി അടുത്ത എന്താണ്? GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാക്ടർ കോസ്റ്റിലുള്ള വാല്യൂ എടുക്കുന്നത്. നേരത്തെ എന്താ എടുത്തത്? മാർക്കറ്റ് വാല്യൂ, ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മാർക്കറ്റ് വാല്യൂ ആണ് നമ്മൾ എടുത്തത്. ഓക്കെ, ഒരു വർഷം ഒരു ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളിൽ എല്ലാ പ്രൊഡ്യൂസേഴ്സിനും കിട്ടിയ ഫാക്ടർ ഇൻകം, ഡിപ്രീസിയേഷൻ ഉൾപ്പെടെയുള്ള ഫാക്ടർ ഇൻകത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിനകത്ത് എന്ത് വരത്തില്ല? ടാക്സ് ഇല്ല, നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ഇല്ല. നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട് ടാക്സിൽ നിന്ന് സബ്സിഡി കുറച്ചുള്ളതിനെയാണ് എന്ത് വിളിക്കുന്നത്? നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. GDP MPയിൽ നിന്ന് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറയ്ക്കുമ്പോൾ, നേരത്തെ നമ്മൾ GDP MP കണ്ടുപിടിച്ചു, അതിൽ നിന്ന് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറയ്ക്കുമ്പോൾ, നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട് ടാക്സിൽ നിന്ന് സബ്സിഡി കുറയ്ക്കുമ്പോഴാണ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് കിട്ടുന്നു. എന്താണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്? ഓക്കെ, നെറ്റ് മാർക്കറ്റ് വാല്യൂ ആണ്. ഡിപ്രീസിയേഷൻ നമ്മൾ നേരത്തെ കണ്ട GDP MPയില് ഡിപ്രീസിയേഷൻ ഉണ്ട്. ഓക്കെ, GDP ആണ്, G ആണെങ്കിൽ അവിടെ എന്തുണ്ട്? ഡിപ്രീസിയേഷൻ ഉണ്ട്. നെറ്റ് ആണെങ്കിൽ, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് വരുമ്പം അവിടെ GDP ഇല്ല, ഡിപ്രീസിയേഷൻ ഇല്ല. നമ്മൾ നേരത്തെ GDP MP കണ്ടുപിടിച്ചു, അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ ഒഴിവാക്കി കഴിയുമ്പോൾ അതെന്തായി? NDP MP ആയി. GDP MP കണ്ടുപിടിക്കാൻ നമ്മൾ അറിയാലോ, ഒരു രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളിൽ ഒരു വർഷം എല്ലാ പ്രൊഡ്യൂസേഴ്സും പ്രൊഡ്യൂസ് ചെയ്ത ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ മാർക്കറ്റ് വാല്യൂ ആണ് GDP MP. അതിൽ ഡിപ്രീസിയേഷൻ ഉണ്ട്, ആ ഡിപ്രീസിയേഷൻ കുറച്ച് അതെന്തായി? NDP MP, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ആയി.
ആൻഡ് ഡെഫിനിഷൻ എന്താണ്? നെറ്റ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഡൊമസ്റ്റിക്കലി ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള വാല്യൂ. ടാക്സ് ഉണ്ട് പക്ഷേ ഡിപ്രീസിയേഷൻ ഇല്ല. GDP/MP നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ NDP/MP കിട്ടുന്നു. എന്താണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്? നേരത്തെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് കണ്ടുപിടിച്ചു. അതിൽ നിന്ന് എന്ത് കുറയ്ക്കുന്നു? ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ NDP/FC കിട്ടുന്നു. നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്. അല്ലെങ്കിൽ GDP/MP അറിയാമെങ്കിൽ അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കുമ്പോൾ NDP/FC കിട്ടുന്നു. ഇക്വേഷൻസ് പഠിക്കുക, പ്രോബ്ലം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചോദിക്കും. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്. ഇവിടെ നാഷണൽ ആ വരുന്നത്. അപ്പൊ എന്താ? ഡൊമസ്റ്റിക് ടെറിട്ടറി മാത്രമല്ല, രാജ്യത്തിന് പുറത്ത് പ്രൊഡ്യൂസ് ചെയ്തതും വരും. ഓക്കെ. GDP/MPയുടെ കൂടെ നമ്മൾ GDP/MP കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു. അതിന്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, NFIA, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ GNP/MP കിട്ടുന്നു. GNP/MP കിട്ടുന്നു. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് പോസിറ്റീവ് ആണെങ്കിൽ GNP/MP GDP/MPയെക്കാളും കൂടുതലായിരിക്കും, ഗ്രേറ്റർ ആയിരിക്കും. NFIA നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് നെഗറ്റീവ് ആണെങ്കിൽ GDP/MP ആയിരിക്കും കൂടുതൽ. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റോ? GNP/MPയിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കുക, അല്ലെങ്കിൽ GDP/FCയുടെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം കൂട്ടുമ്പോൾ GNP/FC കിട്ടുന്നു. ഇക്വേഷൻസ് പഠിക്കുക. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കും? GNP/MPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുകയോ അല്ലെങ്കിൽ NDP/MPയുടെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ആഡ് ചെയ്യുകയോ ചെയ്യുക. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റോ? GNP/MPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കുക. ഓക്കെ, ഇക്വേഷൻസ് ആണ് നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ഓർ NDP/FCയുടെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടുക. ഓക്കെ, നമുക്ക് 3 മെത്തേഡാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് ഉള്ളത്. വാല്യൂ ആഡഡ് മെത്തേഡ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഫസ്റ്റ് പഠിക്കേണ്ടത് ഔട്ട്പുട്ട് മെത്തേഡ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ്. ഇതിന് മറ്റു കുറച്ച് പേരുണ്ട്. വാല്യൂ ആഡഡ് മെത്തേഡ്, പ്രൊഡക്ഷൻ മെത്തേഡ്, ഇൻവെന്ററി മെത്തേഡ്, ഇൻഡസ്ട്രി ഒറിജിൻ മെത്തേഡ്, കമ്മ്യൂണിറ്റി സർവീസ് മെത്തേഡ്. ഓക്കെ, നാഷണൽ ഇൻകത്തിലേക്ക് പ്രൊഡക്ഷൻ സെക്ടേഴ്സ്, അതായത് പ്രൊഡക്ഷൻ സെക്ടർ, സർവീസ് സെക്ടർ ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്. ഈ പ്രൊഡക്ഷൻ സെക്ടേഴ്സ് നാഷണൽ ഇൻകത്തിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ആണ് ഇതിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വാല്യൂ ആഡഡ്, വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്ന് ഇന്റർമീഡിയറ്റ് കൺസംഷൻ കുറയ്ക്കുന്നു. വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്ന്, വാല്യൂ ആഡഡ് മെത്തേഡിന്റെ ഇക്വേഷൻ എന്താണ്? വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്ന് ഇന്റർമീഡിയറ്റ് കൺസംഷൻ കുറയ്ക്കുന്നു. വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്ന് ഇന്റർമീഡിയറ്റ് കൺസംഷൻ കുറയ്ക്കുന്നു. എങ്ങനെയാണ് ഈ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വാല്യൂ ഓഫ് ഔട്ട്പുട്ട്, ഇന്റർമീഡിയറ്റ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇന്റർമീഡിയറ്റ് ഗുഡ്സിന് വരുന്ന ആ ഒരു എമൗണ്ട്. വാല്യൂ ഓഫ് ഇപ്പൊ നമ്മള് ഒരു ഫ്ലോർ, ഒരു ബേക്കറിക്കാര് 50 രൂപയ്ക്ക് ഫ്ലോർ വാങ്ങിയിട്ട് ബ്രെഡ് ഉണ്ടാക്കി, ബ്രെഡ് വിൽക്കുന്നത് 70 രൂപയ്ക്ക്. 50 രൂപയ്ക്ക് വാങ്ങിയ സാധനം 70 രൂപയ്ക്കാണ് ഇവർ വിൽക്കുന്നത്. ആ 20 രൂപയാണ് എക്സ്ട്രാ അവിടെ വന്നത് അല്ലെ, വിൽക്കുന്ന 20 രൂപ. ആ 20 രൂപയാണ് വാല്യൂ ആഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, വാല്യൂ ആഡ് എന്ന് വിളിക്കുന്നത് ഈ ഒരു 20 രൂപയാണ്. ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ ആണ് ഈ 50 രൂപ വിറ്റത്. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്നാണ് നമ്മുടെ ഇക്വേഷൻ. എന്താണ് വാല്യൂ ആഡഡ് മെത്തേഡിന്റെ? വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ. ഔട്ട്പുട്ട് നമ്മൾ പുറത്തേക്ക് വിറ്റത് 70 രൂപയ്ക്ക്, അതാണ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് അല്ലെ. ഓക്കെ, 70 രൂപയ്ക്ക് വിറ്റു, അത് വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് വന്ന ചെലവ് 50 രൂപ, 20 രൂപയാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് വാങ്ങിയത്. അതാണ് വാല്യൂ ആഡഡ് മെത്തേഡ് അനുസരിച്ച് നാഷണൽ ഇൻകം കണ്ടുപിടിക്കുന്നത്. സെയിൽസ് എന്ന് പറഞ്ഞതാണ് ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ്. എത്ര ക്വാണ്ടിറ്റി വിറ്റോ ഇൻറ്റു പ്രൈസ് ചെയ്യുക. ചേഞ്ച് ഇൻ സ്റ്റോക്ക് കണ്ടുപിടിക്കാനായിട്ട് ക്ലോസിംഗ് സ്റ്റോക്കിൽ നിന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക് കുറയ്ക്കുക. വാല്യൂ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാനായിട്ട് ഉള്ള ഇക്വേഷൻ സെയിൽസിന്റെ കൂടെ ചേഞ്ച് ഇൻ സ്റ്റോക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന അല്ലെ വാല്യൂ ആഡഡ് ഇക്വേഷൻ എന്താണ്? വാല്യൂ ഓഫ് ഔട്ട്പുട്ട്, അതിൽ നിന്ന് ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ കുറയ്ക്കുക. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഇടാനായിട്ട് ഒന്നെങ്കിൽ മാർക്കറ്റ് എത്ര ക്വാണ്ടിറ്റി വിറ്റോ ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് ചെയ്യുക, അതല്ലെങ്കിൽ ഇക്വേഷൻ സെയിൽസ് പ്ലസ് ചേഞ്ചിങ് സ്റ്റോക്ക് ചെയ്യുക. ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ ഡയറക്റ്റ് തരും, അതുകൊണ്ട് കുറച്ച് വെച്ചാൽ മതി. ഈ വാല്യൂ ആഡഡ് നമ്മൾ വിളിക്കുന്ന പേര് GVAMP എന്നാണ്. ഗ്രോസ് വാല്യൂ ആഡഡ് MP അല്ലെ, ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഈ നമ്മൾ നേരത്തെ പഠിച്ച GDP/MPയും
ഈ GVA-MP-യുടെ ടോട്ടലും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇതനുസരിച്ച് സ്റ്റെപ്പ് ഉണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ. നമുക്ക് ഇക്വേഷൻ മാത്രം പഠിക്കുക. ഈ GVA-MP അല്ലെങ്കിൽ GDP-MP കണ്ടുപിടിച്ച ശേഷം നമ്മൾ അടുത്തത് പോകുന്നത് എന്താണ്, എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നു, ഈ GDP-MP യിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നു, നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറയ്ക്കുന്നു, അപ്പം NDP-FC കിട്ടുന്നു. ഓക്കെ, അതിന്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം കൂടെ കൂട്ടുമ്പോൾ NNP-FC കിട്ടുന്നു. അതാണ് ഒരു രാജ്യത്തിന്റെ നാഷണൽ ഇൻകം ബൈ എന്ത് മെത്തേഡ്, വാല്യൂ ആഡഡ് മെത്തേഡ്. ഇവിടെ എന്തെടുക്കത്തില്ല, കുറച്ച് പ്രിക്വേഷൻസ് ഉണ്ട്. ഈ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എടുക്കുന്നില്ല, സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് എടുക്കുന്നില്ല, ട്രാൻസ്ഫർ പേയ്മെന്റ് അതായത് പെൻഷൻ, സ്കോളർഷിപ്പ്, ഗിഫ്റ്റ് അതൊന്നും എടുക്കുന്നില്ല, ഓൺ യൂസ്ഡ് പ്രൊഡക്ഷൻസ് എടുക്കുന്നു. ഓക്കെ, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തു, പ്രൊഡ്യൂസർ തന്നെ അത് ഉപയോഗിച്ചു, അതെടുക്കുന്നുണ്ട്. ഞാനൊരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ തന്നെ സെൽഫ് കൺസപ്ഷൻ നടത്തിയാൽ അതിന്റെ വാല്യൂ എടുക്കും. ഓക്കെ, ഇൻകം മെത്തേഡ് അല്ലെങ്കിൽ മറ്റൊരു മെത്തേഡാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ഷെയർ മെത്തേഡ് എന്ന് വിളിക്കുന്നു. ഈ മെത്തേഡ് അനുസരിച്ച് നമ്മുടെ ഫാക്ടർ ഇൻകം ഉണ്ടല്ലോ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ഉണ്ടല്ലോ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, അവർക്ക് ഓണ്ടർപ്രണർഷിപ്പ്, അവർക്ക് കിട്ടുന്ന ഇൻകം ഉണ്ടല്ലോ, റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ഇതെല്ലാം കൂടെ കൂട്ടി ഒരു എക്കണോമിയിൽ ഉണ്ടാകുന്ന ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓണ്ടർപ്രണർഷിപ്പ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്ന ടോട്ടൽ റിവാർഡ് എല്ലാം കൂട്ടിയിട്ടാണ് ഇൻകം മെത്തേഡ് അനുസരിച്ച് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിനെ ഫാക്ടർ പേയ്മെന്റ് മെത്തേഡ് എന്നും വിളിക്കുന്നു, ഡിസ്ട്രിബ്യൂട്ടീവ് ഷെയർ മെത്തേഡ് എന്നും വിളിക്കുന്നു. ഇൻകം മെത്തേഡിലെ കോമ്പോണൻസ് എന്തൊക്കെയാണ്, കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയി, അതായത് എംപ്ലോയിക്ക് നമ്മൾ പറഞ്ഞു, എംപ്ലോയിക്ക് കൊടുക്കുന്നത് ലേബറിന് കൊടുക്കുന്നത് വേജ് ആണ്. ആ വേജിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്, ആ വേജ് എന്ന് പറഞ്ഞാൽ ചുമ്മാതെ വേജ് മാത്രമല്ല, വേജ് ആൻഡ് സാലറി ഇൻ ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന വേജ് ആൻഡ് സാലറി, ബേസിക് പേ, DA, ബോണസ്, കമ്മീഷന്, അതെല്ലാം ഈ വേജ് വരും. നമ്മൾ പഠിച്ചു ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓണ്ടർപ്രണർഷിപ്പ്. ഈ ലേബറിന് കൊടുക്കുന്നത് എന്താണ്, വേജ്. ആ വേജ് വരുന്നതാണ്. ഓക്കെ, വേജ് ആൻഡ് സാലറി പെയ്ഡ് ഇൻ, ബേസിക് പേ, DA, ബോണസ്, കമ്മീഷൻ ഒക്കെ വരും. വേജ് ഇൻ കൈൻഡ്, റെന്റ് ഫ്രീ ഹൗസ് കൊടുത്തു, ഫ്രീ മെഡിക്കൽ ഒരു എഡ്യൂക്കേഷൻ കൊടുത്തു. പെർക്യൂസിറ്റുകൾ കൊടുക്കത്തില്ലേ, ഇൻകം ടാക്സ് പഠിച്ചിട്ടില്ലേ പെർക്യൂസിറ്റുകൾ, ആ പെർക്യൂസിറ്റുകൾ എല്ലാം വരും. എംപ്ലോയർ എന്താണ്, പ്രൊവിഡന്റ് ഫണ്ടിലേക്കോ ഗ്രാറ്റുവിറ്റിയിലേക്കോ വെൽഫെയർ ഫണ്ടിലേക്കോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തു എംപ്ലോയിക്ക് വേണ്ടി, ഇതെല്ലാം വരും. നമുക്ക് ഇൻകം ടാക്സ്, സാലറി അല്ലെങ്കിൽ വേജ് എന്ന് പറഞ്ഞ് പഠിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ വേജ് വരുന്നത്, അല്ലാതെ ജസ്റ്റ് കൊടുക്കുന്ന ബേസിക് പേ മാത്രം അല്ല. ഈ റെന്റ് എന്ന് പറഞ്ഞു, ലേബർ, ലാൻഡിന് കൊടുക്കുന്ന റെന്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും, ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിങ്ങിന് കൊടുക്കുന്ന റെന്റ് വരും, റോയാലിറ്റി വരും. ഓക്കെ, നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിക്കാനായിട്ട്, അതായത് കോൾ, ഗ്യാസ്, മൈൻസ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് വരുന്ന ഗ്രാന്റ് ചെയ്യുന്ന ആ റോയാലിറ്റി പേയ്മെന്റും റെന്റിനുള്ളിൽ വരും. ഇൻട്രസ്റ്റ്, ആർക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, ക്യാപിറ്റലിന് കൊടുക്കുന്നതാണ് ഇൻട്രസ്റ്റ്. ആ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും, റിസീറ്റ് ഫോർ ലെൻഡിങ് ക്യാപിറ്റൽ ടു ബിസിനസ്സുകാർക്ക് എന്താണ് ഈ ബാങ്കുകൾ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഇങ്ങനെയുള്ളതിന് ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുമല്ലോ, ബിസിനസ്സുകാർക്ക് ഫണ്ടായിട്ട് കൊടുക്കുന്ന ആ ഒരു ക്യാപിറ്റലായിട്ട് ഒരു എമൗണ്ട് കൊടുക്കുന്നു, അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് വരും. ഓൺലി ഇൻട്രസ്റ്റ് ഓൺ പ്രൊഡക്റ്റീവ് ലോൺസ്, പേഴ്സണൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ലോൺസിന് വരുന്ന ഇൻട്രസ്റ്റ് അല്ല, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ബിസിനസ് നടത്താനായിട്ട് അങ്ങനെയൊക്കെയുള്ള ലോണുകൾക്ക് വരുന്ന, പേഴ്സണൽ ലോണോ ഗവൺമെന്റ് ലോണിലോ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് അല്ല വരുന്നത്, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ലോൺസിന് വരുന്ന ഇൻട്രസ്റ്റ് ആണ് ഈ ഇൻട്രസ്റ്റിനകത്ത് വരുന്നത്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും, കോർപ്പറേറ്റ് ടാക്സ് അല്ലെ, ടാക്സ് ഓൺ ബിസിനസിന്റെ പ്രോഫിറ്റുകൾക്ക് വരുന്ന കോർപ്പറേറ്റ് ടാക്സ്, ഡിവിഡൻഡ്, റീറ്റേൺഡ് ഏർണിംഗ് ഒക്കെ ഈ പ്രോഫിറ്റിനകത്ത് ഇൻക്ലൂഡ് ആണ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ടാക്സ് പ്ലസ് ഡിവിഡൻഡ് പ്ലസ് റീറ്റേൺഡ് ഏർണിംഗ് ആണ് നമ്മുടെ ഈ പ്രോഫിറ്റ് അല്ലെ, ഓണ്ടർപ്രണർഷിപ്പിന് കൊടുക്കുന്ന പ്രോഫിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കോമ്പോണൻസ് ഉണ്ട്. ദെൻ ഓപ്പറേറ്റിംഗ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പറേറ്റിംഗ് സർപ്ലസ് റെന്റ്, റോയാലിറ്റി, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ഇതെല്ലാം ആഡ് ചെയ്യുമ്പോഴാണ് ഓപ്പറേറ്റിംഗ് സർപ്ലസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫോർമുല എന്താണ്, NDP-FC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച ഈ എംപ്ലോയിക്ക് കൊടുക്കുന്ന കോമ്പൻസേഷൻ ഫോർ എംപ്ലോയിക്ക് കൊടുക്കുന്ന കോമ്പൻസേഷൻ, റെന്റ്, റോയാലിറ്റി, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ഈ മിക്സഡ് ഇൻകം ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടുന്നു, ഫാക്ടർ ഇൻകം കിട്ടുന്നു. ഓക്കെ, ആ ഫാക്ടർ ഇൻകം അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇൻകം കിട്ടുന്നു. അതിന്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂടെ ആഡ് ചെയ്യുമ്പോൾ നാഷണൽ ഇൻകം കിട്ടുന്നു. നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ GDP അല്ല കേട്ടോ, ശരിക്കും നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ NNP-FC ആണ് നാഷണൽ ഇൻകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കേണ്ടത് അല്ലെങ്കിൽ പ്രിക്വേഷൻസ് എടുക്കേണ്ടത്. ട്രാൻസ്ഫർ ഇൻകം, സ്കോളർഷിപ്പ്, ഡൊണേഷൻസ്, പെൻഷൻ ഒന്നും ഇവിടെയും വരുന്നില്ല. സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് വിറ്റ് കിട്ടുന്ന ഇൻകവും ഇവിടെ എടുക്കുന്നില്ല, പ്രൊഡക്റ്റ് മെത്തേഡിൽ പോലെ തന്നെയാണ്.
ഷെയർസ്, ബോൺസ് തുടങ്ങിയവയിൽ നിന്ന് കിട്ടുന്ന ഇൻകവും എടുക്കുന്നില്ല. വിൻഡ് ഫോൾ ഗെയിൻസ്, അതായത് ലോട്ടറി, ഗാംബ്ലിംഗ് തുടങ്ങിയ കാര്യങ്ങളൊന്നും പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി അല്ല, അതും നമ്മൾ എടുക്കുന്നില്ല. എന്തൊക്കെ ഇൻക്ലൂഡ് ആകും? സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസിന്റെ റെന്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പ്രൊഡക്ഷൻ ഫോർ സെൽഫ് കൺസപ്ഷൻ എടുക്കും. ഗിഫ്റ്റ് ടാക്സ്, വെൽത്ത് ടാക്സ് ഒന്നും എടുക്കത്തില്ല. ഇൻഡയറക്റ്റ് ടാക്സ് എക്സ്ക്ലൂഡഡ് ആണ്. ഓക്കെ. എക്സ്പെൻഡിച്ചർ മെത്തേഡ് മറ്റൊരു പേരാണ് ഇൻകം ഡിസ്പോസൽ അല്ലെങ്കിൽ കൺസപ്ഷൻ ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ്. ഒരു എക്കണോമിയിൽ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ പ്രൊഡക്ഷന് വേണ്ടി ഉണ്ടാകുന്ന ഫൈനൽ എക്സ്പെൻഡിച്ചർ, നേരത്തെ പറഞ്ഞല്ലോ ഫൈനൽ എക്സ്പെൻഡിച്ചർ, ആ ഫൈനൽ എക്സ്പെൻഡിച്ചറിനെയാണ് എന്ത് വിളിക്കുന്നത്? അല്ലെങ്കിൽ ഫൈനൽ ഗുഡ്സിന്റെ പ്രൊഡക്ഷന് വേണ്ടി വരുന്ന എക്സ്പെൻസ്, ഫൈനൽ ഗുഡ്സിന് വേണ്ടി വരുന്ന എക്സ്പെൻസ് ആണ് ഫൈനൽ എക്സ്പെൻഡിച്ചർ. അതിന്റെ ടോട്ടൽ ആണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. അതിന്റെ കോമ്പോണൻസ് എന്തൊക്കെയാണ്? കോമ്പോണൻസ് ഒന്ന് പ്രൈവറ്റ് ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ. നമ്മളെ 4 സെക്ടേഴ്സ് ഏതൊക്കെയാണ്? 4 സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് അല്ലെ, ഫസ്റ്റ് ഏതാണ്? ഹൗസ് ഹോൾഡ്, ഫേം, ഗവൺമെന്റ്, എക്സ്റ്റേണൽ സെക്ടേഴ്സ്. ഇവർക്കെല്ലാം വരുന്ന എക്സ്പെൻസുകളാണ്, ഇവർക്കെല്ലാം പ്രൊഡക്ഷൻ പ്രോസസ്സിന് വേണ്ടി വരുന്ന എക്സ്പെൻസുകളാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ എടുക്കുന്നത്. ഹൗസ് ഹോൾഡിന് വരുന്നതാണ് പ്രൈവറ്റ് ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചർ ബൈ ഹൗസ് ഹോൾഡ്, ഹൗസ് ഹോൾഡിന് ഗുഡ്സ് ആൻഡ് സർവീസ് കൺസ്യൂം ചെയ്യാനായിട്ട് വരുന്ന എക്സ്പെൻഡിച്ചർ ആണ് പ്രൈവറ്റ് ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെ വരും? എക്സ്പെൻഡിച്ചർ അറ്റ് റീറ്റെയിൽ പ്രൈസിൽ വരുന്ന എക്സ്പെൻഡിച്ചർ, ഓണർ ഒക്യുപ്പൈഡ് ഹൗസിന് വരുന്ന റെന്റ്, ഇംപ്യൂട്ടഡ് റെന്റ്, സെൽഫ് കൺസപ്ഷൻ പ്രൊഡക്ഷൻസ് ഇത് വരും. അടുത്തത് ഗവൺമെന്റിന് വരുന്നതോ? ഗവൺമെന്റിനെ സംബന്ധിച്ച് ഗവൺമെന്റ് ഡിഫൻസ്, പോലീസ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, സാനിറ്റൈസേഷൻ തുടങ്ങിയ ആക്ടിവിറ്റിയിൽ അവർക്ക് വരുന്ന സ്പെൻഡിങ്സ്. പിന്നെ ഗുഡ്സ് പർച്ചേസ്, റീറ്റെയിൽ പ്രൈസിൽ ഗവൺമെന്റ് വാങ്ങുന്ന ഗുഡ്സുകൾക്ക് വരുന്ന എക്സ്പെൻഡിച്ചർ. എംപ്ലോയീസിന്, അതായത് ഗവൺമെന്റ് എംപ്ലോയീസിന് കൊടുക്കുന്ന കോമ്പൻസേഷൻ, എബ്രോഡിൽ നിന്ന് ഗവൺമെന്റ് വാങ്ങുന്ന പർച്ചേസുകൾക്ക് വരുന്ന എക്സ്പെൻസ് എല്ലാം ഗവൺമെന്റ് ഫൈനൽ എക്സ്പെൻഡിച്ചറിൽ വരുന്നു. ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോസ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ അല്ലെ, ലോങ് ടേം ഫിക്സഡ് അസറ്റുകൾക്ക് വേണ്ടി, അതായത് ഫേമിന് വരുന്നതാണ്, ഇത് ഫേമിന് വരുന്നതാണ്. ലോങ് ടേം ഫിക്സഡ് അസറ്റുകൾക്ക് വേണ്ടി വരുന്ന എക്സ്പെൻഡിച്ചർ, ഡിപ്രീസിയേഷൻ ഉൾപ്പെടെ. പിന്നെ ചേഞ്ചിങ് സ്റ്റോക്ക് വരും. ചേഞ്ചിങ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്കിൽ നിന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക് കുറയ്ക്കാൻ വേണ്ടി ചേഞ്ചിങ് സ്റ്റോക്ക്. പിന്നെ എക്സ്റ്റേണൽ സെക്ടറിന് വരുന്ന നെറ്റ് എക്സ്പോർട്ട്, എക്സ്പോർട്ടിൽ നിന്ന് ഇമ്പോർട്ട് കുറച്ചിട്ടുള്ള തുക. അപ്പൊ ഇക്വേഷൻ എന്താണ്? പ്രൈവറ്റിന് വരുന്ന പ്രൈവറ്റ് ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റിന് വരുന്ന ഗവൺമെന്റ് ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ, പിന്നെന്താണ് നമ്മുടെ ഫേമിന് വരുന്ന ഗ്രോസ് ഡൊമസ്റ്റിക് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ, ദെൻ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. ഇത് ചെയ്യുമ്പോൾ GDP MP കിട്ടും. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച്, നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറച്ച്, നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടുമ്പോൾ NNP FC കിട്ടുന്നു. ഓക്കെ. ഇവിടെയും കുറച്ച് പ്രിക്വേഷൻസ് ഉണ്ട്. ഇവിടെ എന്തൊക്കെ ഇൻക്ലൂഡ് അല്ല? സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ഇവിടെ ഇൻക്ലൂഡ് അല്ല. ഓക്കെ. ഫൈനൽ അസറ്റ് ട്രാൻസാക്ഷൻസ്, ഷെയർ, ബോണ്ട്, ഡിബെഞ്ചർ ഇതിന് വരുന്ന എക്സ്പെൻഡിച്ചർ വരത്തില്ല. ട്രാൻസ്ഫർ പേയ്മെന്റ് ഇവിടെയും വരുന്നില്ല. ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ഇവിടെയും വരുന്നില്ല. ഓൺലി ഫൈനൽ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, ഫൈനൽ ഗുഡ്സിന് ഫൈനൽ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇംപ്യൂട്ടഡ് വാല്യൂ മസ്റ്റ് ബി ഇൻക്ലൂഡഡ്, അതായത് സെൽഫ് ഒക്യുപ്പൈഡ് ഹോംസ്, സെൽഫ് ഒക്യുപ്പൈഡ് ഫാം പ്രൊഡ്യൂസ്, അതിന് വരുന്ന റെന്റ് കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് വരുന്ന ഇംപ്യൂട്ടഡ് വാല്യൂസ് എടുക്കാറുണ്ട്. സോഷ്യൽ വെൽഫെയറിന്റെ ഒരു ഗുഡ് ഇൻഡിക്കേറ്റർ ആണ് GDP. ഓക്കെ, ഒരു essay ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ആൽഫ്രഡ് മാർഷൽ, ഒരു നിയോ ക്ലാസിക്കൽ എക്കണോമിക്സ്റ്റ് ആയ ആൽഫ്രഡ് മാർഷൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് എക്കണോമിക്സ് പറഞ്ഞാൽ മെറ്റീരിയൽ വെൽഫെയർ അല്ലെങ്കിൽ ഹ്യൂമൻ വെൽബീങ് അല്ലെങ്കിൽ വെൽഫെയർ ഓറിയന്റഡ് ആണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു അല്ലെ. സ്റ്റഡി ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമാനിറ്റി അല്ലെ, എക്കണോമിക്സിനെ ആള് പറഞ്ഞ എന്താണ്? വെൽ ടു സ്റ്റഡി ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമാനിറ്റി എന്നാണ് എക്കണോമിക്സിന് ആൽഫ്രഡ് മാർഷൽ എന്നിട്ടുള്ള ഡെഫിനിഷൻ. GDP എന്ന് പറഞ്ഞതാണ് ഒരു രാജ്യത്ത് ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്ത ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ടോട്ടൽ വാല്യൂ ആണ് GDP. GDP കൂടുന്ന എന്തിന്റെ തെളിവാണ്? ഹയർ ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ്. ഒരു രാജ്യത്ത് GDP കൂടുവാണെങ്കിൽ അവിടെ ഇൻകം കൂടുന്നുണ്ട് അല്ലെ, എംപ്ലോയ്മെന്റ് കൂടുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, സോഷ്യൽ സർവീസുകൾക്ക് മോർ റിസോഴ്സ് ഉണ്ട്. ഇതിന് തെളിവാണ് GDP റൈസിംഗ് എന്നുള്ളത്. GDP ഒരു വെൽഫെയർ ഇൻഡിക്കേറ്റർ ആണെന്നുള്ളതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇൻകം ഇൻഇക്വാലിറ്റി ഇഗ്നോർ ചെയ്യുന്നു. ഓക്കെ, നോൺ മോണിറ്ററി ആക്ടിവിറ്റീസിനെ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല GDP-യിൽ. അതായത് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിനെ മാത്രമാണ് GDP-യിൽ കൺസിഡർ ചെയ്യുന്നത്. എൻവയോൺമെന്റൽ ഡീഗ്രേഡേഷനെ കൺസിഡർ ചെയ്യുന്നില്ല. ലെഷർ, ഹെൽത്ത്, ഹാപ്പിനെസ് തുടങ്ങിയ കാര്യങ്ങൾ റിഫ്ലക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഇതൊക്കെയാണ് GDP ഒരു വെൽഫെയർ ഇൻഡിക്കേറ്റർ ഉള്ളതിലുള്ള ലിമിറ്റേഷൻസ്.
എന്താണ് നോമിനൽ ജി ഡി പി? ജി ഡി പി കറണ്ട് മാർക്കറ്റ് പ്രൈസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ, ജി ഡി പി കറണ്ട് മാർക്കറ്റ് പ്രൈസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതാണ് നോമിനൽ ജി ഡി പി എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ ആൻഡ് പ്രൈസ് ചേഞ്ചസ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ലെസ് യൂസ്ഫുൾ ഫോർ ഇയേഴ്സ് ടു ഇയേഴ്സ് കമ്പാരിസൺ, അല്ലെ, ഇയർ ഒരു വർഷത്തെ അടുത്ത വർഷത്തോട് കമ്പയർ ചെയ്യാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതിനെ കറന്റ് പ്രൈസ് ജി ഡി പി അല്ലെങ്കിൽ കറന്റ് ഡോളർ ജി ഡി പി എന്ന് വിളിക്കുന്നു. അപ്പം കറന്റ് മാർക്കറ്റ് പ്രൈസിൽ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നോമിനൽ ജി ഡി പി എന്ന് വിളിക്കുന്നത്. ഇൻഫ്ലേഷൻ പ്രൈസ് ചേഞ്ചസ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇയർ ടു ഇയർ കമ്പാരിസൺ ബുദ്ധിമുട്ടാണ്. അതിന്റെ ഒരു എന്താണ് ലിമിറ്റേഷൻ ആണ്. കറന്റ് പ്രൈസ് ജി ഡി പി അല്ലെങ്കിൽ കറന്റ് ഡോളർ ജി ഡി പി എന്നൊക്കെ ഇതിനെ വിളിക്കുന്നു. റിയൽ ജി ഡി പി കോൺസ്റ്റന്റ് പ്രൈസ്, അതായത് 1971 പ്രൈസ് അനുസരിച്ച് ഇപ്പോഴും ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് റിയൽ ജി ഡി പി എന്ന് വിളിക്കുന്നത്. ഒരു ബേസ് ഇയർ എടുക്കുന്നു. അഡ്ജസ്റ്റഡ് ഫോർ ഇൻഫ്ലേഷൻ, ഇൻഫ്ലേഷന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, റിഫ്ലക്ട് ആക്ച്വൽ ഗ്രോത്ത് ഇൻ പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിൽ വന്ന ആക്ച്വൽ ഗ്രോത്ത് കാണിക്കുന്നത് റിയൽ ജി ഡി പി ആണ്. ഇതിനെ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ജി ഡി പി അറ്റ് കോൺസ്റ്റന്റ് പ്രൈസ് എന്ന പേരുകളിലും വിളിക്കുന്നു. എക്കണോമിക് ഡെവലപ്മെന്റ്, വെൽഫെയർ തുടങ്ങിയ കാര്യങ്ങൾ മെഷർ ചെയ്യാൻ മോർ റിയലബിൾ ആയിട്ടുള്ള ജി ഡി പി ആണ് റിയൽ ജി ഡി പി എന്ന് പറയുന്നത്. ജി ഡി പിയുടെ പോസിറ്റീവ് യൂസസ്, ജി ഡി പി എന്ന് പറയുന്ന മെത്തേഡിന്റെ പോസിറ്റീവ് യൂസസ് എന്തൊക്കെയാണ്? എക്കണോമി അനലൈസ് ചെയ്യാൻ, അതായത് ജി ഡി പി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? പ്രോസ്പെരിറ്റി, അല്ലെ, നമ്മുടെ എക്കണോമി വളരുന്നുണ്ടല്ലേ, ഒരു ഗ്രോത്ത് ഉണ്ടെന്നുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ്. ജി ഡി പിയിൽ ജി ഡി പി കുറയുകയാണെങ്കിലോ ജി ഡി പിയിലോ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ എക്കണോമി ഡിക്ലൈൻ ചെയ്യുന്നു എന്ന അർത്ഥമാണ്. ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഇൻകം ഇൻഇക്വാലിറ്റി, വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ ജി ഡി പി ഹെൽപ്പ് ചെയ്യുന്നു. ഇൻഫ്ലേഷൻ ആണോ ഡീഫ്ലേഷൻ ആണോ തുടങ്ങിയ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് ജി ഡി പി ഹെൽപ്പ് ചെയ്യുന്നു. കൺസപ്ഷൻ, സേവിംഗ്, ഇൻവെസ്റ്റ്മെന്റ് ട്രെൻഡുകൾ മനസ്സിലാക്കാനും ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ സമയങ്ങളിൽ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കൃത്യമായിട്ടുള്ള പോളിസി ഡിസിഷൻസ് എടുക്കാനും ജി ഡി പി ഹെൽപ്പ് ചെയ്യുന്നു. ഒരു എക്കണോമിയിൽ, മിക്സഡ് എക്കണോമിയിൽ, പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിൽ ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്, എത്രമാത്രം ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ വേണം, അതായത് ഒരു എക്കണോമിയിൽ ഗവൺമെന്റിന്റെ റോൾ എന്താണെന്ന് മനസ്സിലാക്കി തരാൻ ജി ഡി പി ഹെൽപ്പ് ചെയ്യുന്നു. രാജ്യങ്ങളെ തമ്മിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന്റെ കാര്യങ്ങളിൽ കമ്പയർ ചെയ്യാനായിട്ട് ജി ഡി പി ഹെൽപ്പ് ചെയ്യുന്നു. ഒരു രാജ്യത്തെ ആളുകളുടെ സ്പെൻഡിങ് പവർ, പർച്ചേസിംഗ് പവർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഷോർട്ട് ടേം, ലോങ് ടേം ഗവൺമെന്റ് പോളിസീസ്, എക്കണോമിക് പോളിസീസ് ഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അവരിൽ ആരാണ് ഗ്രോ ചെയ്യുന്നത്, ആരാണ് ബെറ്റർ ആകുന്നത്, ആരാണ് ഡിക്ലൈൻ ചെയ്യുന്നത് എന്ന സ്ട്രക്ചർ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. പ്രൈവറ്റ് വേഴ്സസ് പബ്ലിക് സെക്ടേഴ്സിന്റെ കമ്പാരിസൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നോൺ മാർക്കറ്റ് ആക്ടിവിറ്റി ജി ഡി പിയിൽ കൺസിഡർ ചെയ്യുന്നില്ല, അതൊരു പോരായ്മയാണ്. ഇൻകം ഇൻഇക്വാലിറ്റി ഉണ്ട്. ഗ്രോത്ത് സസ്റ്റൈനബിൾ ആണെങ്കിൽ അതിനെ കാണിക്കുന്നില്ല. നെഗറ്റീവ് എക്സ്റ്റേണലിറ്റീസിനെ എടുക്കുന്നില്ല. റീപ്ലേസ്മെന്റ് ഓഫ് ഓൾഡ് ക്യാപിറ്റൽ ആൻഡ് ന്യൂ ഇൻവെസ്റ്റ്മെന്റ് തമ്മിലുള്ള സെപ്പറേഷൻസ് ഒന്നും ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നില്ല. നാഷണൽ ഇൻകം കാൽക്കുലേഷന്റെ കാര്യത്തിൽ കുറച്ച് ഡെവലപ്പിംഗ് കൺട്രീസിനെ സംബന്ധിച്ച് നാഷണൽ ഇൻകത്തിന്റെ കാൽക്കുലേഷനിൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ്? നോൺ മാർക്കറ്റഡ് ഗുഡ്സ്, അതായത് വീടുകളിൽ ചെയ്യുന്ന കുക്കിംഗ്, ക്ലീനിങ് ആക്ടിവിറ്റീസ് ഒക്കെ നോൺ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് ആണ്, അല്ലെങ്കിൽ മോണിറ്ററി വാല്യൂ ഇല്ലാത്തതാണ്, അതിനെയൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഇല്ലീഗൽ ആൻഡ് അൺറിപ്പോർട്ടഡ് ഇൻകംസ് ഒക്കെ എക്സ്ക്ലൂഡഡ് ആണ്, അതായത് ബ്ലാക്ക് മണി തുടങ്ങിയ കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ ട്യൂഷൻ ആക്ടിവിറ്റീസ് വരുന്ന അൺബിൽഡ് ടിപ്സ്, ഇതൊന്നും ഇവിടെ എടുക്കുന്നില്ലല്ലോ. ഒരു ജോലിക്കാരന് ടിപ്പ് കിട്ടി, അത് ബില്ല് ചെയ്യുന്നില്ലല്ലോ, അതൊന്നും ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഹ്യൂമൻ കോസ്റ്റ്, അല്ലെ, അതായത് മോർ ജി ഡി പി ചിലപ്പോൾ എന്താണ്, ലോങ് വർക്കിംഗ് അവേഴ്സ് കൊണ്ട് ഉണ്ടായതായിരിക്കാം, പുവർ വർക്കിംഗ് കണ്ടീഷൻ കൊണ്ട് ഉണ്ടായതായിരിക്കാം, ഇതൊന്നും റിഫ്ലക്ട് ചെയ്യുന്നില്ല. എക്സ്റ്റേണലിറ്റീസ്, അതായത് പൊല്യൂഷൻ, കൺജക്ഷൻ, ഹെൽത്ത് ഹസാർഡ് തുടങ്ങിയ നെഗറ്റീവ് എക്സ്റ്റേണലിറ്റീസിനെയൊക്കെ കൺസിഡർ ചെയ്യുന്നില്ല. one person may do multiple jobs, making data collection hard, അതായത് ഒരു വ്യക്തി ഒന്നിൽ കൂടുതൽ ജോലികളോ ഒന്നിൽ കൂടുതൽ എക്കണോമിക് ആക്ടിവിറ്റീസോ ചെയ്യുന്നു, ഇത് ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായി മാറുന്നു. ഓക്കെ, ഡബിൾ കൗണ്ടിങ്, ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ഡബിൾ കൗണ്ടിങ്ങിന് കാരണം ആകുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു 50 രൂപയുള്ള ഒരു ഫ്ലോർ വെച്ച് 70 രൂപയ്ക്ക് മാർക്കറ്റിൽ വിൽക്കുന്ന ബ്രെഡ് ഉണ്ടാക്കി. ഈ 50 രൂപ നമ്മൾ എടുത്തു കാൽക്കുലേഷന് വേണ്ടി ജി ഡി പിയുടേത്, ഈ 70 രൂപയും കാൽക്കുലേഷന് വേണ്ടി എടുത്തു. ടോട്ടൽ എത്രയായി? 120. ഈ 70ക്കകത്ത് ഓൾറെഡി 50 ഉണ്ട്, പക്ഷെ നമ്മൾ 120 എന്ന് കൂട്ടി വെച്ചാൽ അതെന്തായി? ഡബിൾ കൗണ്ടിങ് ആയി.
എൻവയോൺമെന്റ് ഡാമേജിനെ ഇഗ്നോർ ചെയ്യുന്നില്ല, എൻവയോൺമെന്റൽ ഡീഗ്രേഡേഷൻ ഒക്കെ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ യൂണിറ്റ് 2 ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട നമ്മുടെ 3 മൊഡ്യൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇതില്ല എങ്കിൽ നമുക്ക് നമ്മുടെ സെക്ഷൻസ് വൈൻഡപ്പ് ചെയ്യാൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിന്റെ കഴിഞ്ഞ മൊഡ്യൂൾസിന്റെ വീഡിയോസൂടെ കാണുക. നിങ്ങൾക്ക് ഒരു നല്ല റിസൾട്ട് ഉണ്ടാകുന്നതാണ്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ്സസിന്റെ നോട്ട്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാനലിന്റെ ആ ഒരു ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് ഇന്നത്തെ ക്ലാസ്സിന്റെ നോട്ട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഡൗട്ട്സ് ഒന്നും കാണുന്നില്ല. നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 3 ദിവസത്തെ സെക്ഷൻസ് ആയിരുന്നു. 3 ദിവസം നമ്മളെ മാക്രോ എക്കണോമിക്സ് നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്തു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പൊ നിങ്ങളെ എക്സാംസ് ഒക്കെ തകർത്ത് എല്ലാവരും എഴുതുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.